ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് ആലപ്പുഴയിൽ ഗുരുതരമായ വൈകല്യങ്ങളോടെ ഒരു കുഞ്ഞു ജനിച്ചിട്ട് 8 മാസമാവുകയാണ്. കടപ്പുറം വനിതാ ശിശുക്ഷേമ ആശുപത്രിയിൽ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ആദ്യ 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമല്ല എന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നിട്ടും സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ട്, അതെ, ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞ അതേ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ട് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു, കുഞ്ഞും അനുഭവിക്കത്തില്ല ഇത്രയും ബുദ്ധിമുട്ട്. മനസ്സുകൊണ്ട് ഒരുപാട് വിഷമത്തിലാണ്. കുഞ്ഞിനെ നോക്കി ഒരാൾ എപ്പോഴും കൂടെ വേണം. ഭയങ്കര ഇറിറ്റേഷൻ. ഇപ്പോഴൊക്കെ തന്നെ ബഹളം കണ്ടില്ലേ, ഈ ബഹളം ഏത് സമയത്തും അവൻ്റെ ഉള്ളിലെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവൻ ബഹളം ഉണ്ടാക്കുന്നത്. ഉറക്കമില്ല ആൾക്ക്. പിന്നെ ആളെ നോക്കി ഞാനും ഉറങ്ങാറില്ല. ഏത് സമയത്താണെന്ന് അറിയത്തില്ല മൂക്കിൽ ട്യൂബ് ഊരി കളയുന്നത്. ഞാൻ ആ സമയത്ത് കൊണ്ട് ആശുപത്രിയിൽ പോകണം. അത് ഇല്ലാതെ ഫീഡ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാണ് വഴി. അമ്മയും കുഞ്ഞും ഈ മുറിയും ആശുപത്രിയും മാത്രമായി 8 മാസം കടന്നുപോയി. എപ്പോഴും ഒരാൾ വേണം. ഈ മുറിയിലാണ് ഞാനും കുഞ്ഞും. അതിൻ്റെ മാനസികാവസ്ഥ പറയാൻ പറ്റത്തില്ല. ഒരു മുറിയിൽ അടച്ചു കിടക്കുന്നതിൻ്റെ 2 മക്കളുണ്ട്, അവരെ നോക്കാനായിട്ട് പറ്റുന്നില്ല. കുഞ്ഞിന്റെ പരിചരണവുമായി ഓടി നടന്ന് സാമ്പത്തികമായും മാനസികമായും തകർന്നിരിക്കുകയാണ് കുടുംബം. കുഞ്ഞിന് ചികിത്സ സൗജന്യമാണെന്ന് പറയുമ്പോഴും പലതിനും പണം ചിലവഴിക്കേണ്ടി വന്നു. ടാക്സി ഡ്രൈവറായ സുർമിയുടെ ഭർത്താവ് അനീഷ് 8 മാസത്തിലധികമായി ജോലിക്ക് പോയിട്ട്. ഈ ദുരിതത്തിന് കാരണക്കാരായ സ്കാനിംഗ് സെന്ററുകാരെയും WNCയിലെ ഡോക്ടർമാരെയും ആരോഗ്യവകുപ്പ് പിന്നെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗർഭകാലത്ത് 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും കുഞ്ഞിന്റെ വൈകല്യങ്ങൾ കണ്ടെത്താനായില്ല എന്നായിരുന്നു പരാതി. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിൽ കടപ്പുറം വനിതാ ശിശു ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവ്. വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞ് ആൺകുട്ടിയാണെന്ന് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. അവർ അവന് ഇസാൻ മുഹമ്മദ് എന്ന് പേരിട്ടു. അവന്റെ തുടർ ചികിത്സയ്ക്ക് സിസ്റ്റം തടസ്സമാകാതിരിക്കട്ടെ. ആലപ്പുഴയിൽ നിന്ന് സുധിഷ ധർമ്മൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.